ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺ സ്റ്റാർട്ടേഴ്സ്. സോ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴേ എനിക്കൊരു കാര്യമാണ് തോന്നിയത്. കാരണം ഇന്നലെ രാത്രി 12 മണിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ വിരിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് തന്നെ. പിന്നെ ഞാൻ കുറച്ച് മാങ്ങാപ്പഴമൊക്കെ എടുത്ത് തിന്നു. പിന്നെ രാവിലെ ഞാൻ നോക്കിയില്ല, കുറച്ച് മാങ്ങാപ്പഴമൊക്കെ അങ്ങ് പുളി തിന്നു. കാരണം ഇവിടെ മാവേ കുറേ മാങ്ങാപ്പഴം നിൽപ്പുണ്ട്. അതുകൊണ്ട് കേട്ടോ നല്ലപോലെ പഴുത്താണ്. അതാണ് ഞാൻ ഈ ഞെക്കി കാണിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തിന്നു. പിന്നെ ഞാൻ അടുത്ത് പോയപ്പോൾ അവിടെ സ്റ്റീരം കണ്ട് അതേ കൂടെ ഒക്കെ കയറിയിരുന്ന് പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ നോക്കിയപ്പം കുറേ പ്രാവുകൾ, ഈ സമാധാനത്തിന് അടിപ്രാക്കൾ എന്ന് പറയുന്നതല്ല, കുറച്ച് സമാധാനക്കേടുണ്ടാക്കുന്ന അടിപ്രാക്കൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഫിറ്റോ കാണിച്ച് വെച്ചേക്കുന്നതുണ്ടോ. അപ്പോൾ ആ പ്രാവുകളെയൊക്കെ കണ്ടു. പ്രാവുകളെയൊക്കെ കണ്ടു. എന്താ പ്രാവുകളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാണ്. കണ്ടോ, ഇപ്പോൾ നല്ല ഒതുക്കോടെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അനങ്ങാതെ ആ പ്രാവ് ഇരിക്കുന്നത് കണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒച്ച വെച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ഇതിൻ്റെ ഒരു സ്ഥലത്ത് പോയതായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് കേക്ക് ഇരിക്കുന്നുണ്ട്. ആ കേക്കൊക്കെ എടുത്ത് കഴിച്ചു. ഈ 4 പ്ലേറ്റിലൊക്കെ വെച്ചൊക്കെ ഞാൻ തന്നെ കഴിച്ചത്. പിന്നെ ഇതിൻ്റെ അയിലൊക്കെ ഒരു ഫ്ലവറാണ്. പിന്നെ ഞാൻ കുറച്ച് ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ കുറച്ച് തിന്നു കണ്ടു കഴിച്ചു. എനിക്ക് ഇഡ്ഡലിയും ചമ്മന്തി ഇഷ്ടമാണ് കഴിച്ച്. എനിക്ക് ദോശ മതിയായിരുന്നു. പിന്നെ ഞാൻ ഇഡ്ഡലി എടുത്ത് കഴിച്ചു. അമ്മ ഉണ്ടാക്കിയതായി നമ്മളും കഴിക്കുന്നു. അന്നേരം കറണ്ട് ഇല്ലായിരുന്നു കഴിച്ചത്. അതുകൊണ്ട് ഞാൻ മുറ്റത്ത് വന്നിരുന്നാണ് കഴിക്കണത്. ഗൈസ് ഇപ്പോൾ കറണ്ടും പോയി, പിന്നെയും പോയി. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ടും പോയി. ഇടിയും മിണ്ടും നല്ലപോലെ ഒച്ച കേൾക്കാമല്ലോ അല്ലേ. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ നല്ലൊരു വൈറ്റ് കളറുള്ളൊരു ബട്ടർഫ്ലൈനെ കണ്ടു. അപ്പോൾ അതൊക്കെ അങ്ങ് എടുത്തു. എങ്ങനെയൊക്കെ ടൈം കളയേണ്ട, വെക്കേഷനല്ലേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പോയി കാന്താരിയൊക്കെ പറിച്ചിട്ട് വന്നു. കാന്താരി വിൽക്കാനായിരുന്നു ഗൈസ്. കണ്ടോ, ഒരു കാന്താരിയുടെ ചെടി കണ്ടോ, നിറച്ച് കാന്താരി. നല്ലപോലെ ഇപ്പോൾ കാണത്തില്ല, പക്ഷേ അതിൽ ഒത്തിരി ഉണ്ട്, 2-3 ഉണ്ട്. പിന്നെ ഞാൻ വന്ന് വൈകിട്ടായി അപ്പോഴത്തേനും ഉച്ചയ്ക്ക് ചോറെടുത്ത് കുറേ കഴിച്ചൊന്നും കുറേ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വൈകിട്ടായപ്പോഴത്തേനും ഒരു ജാം റോൾ ഇരിപ്പുണ്ടായിരുന്നു. അത് ബാക്കി മുഴുവൻ ഇടയ്ക്കൊക്കെ എടുത്ത് തിന്നതാണ്. അപ്പോൾ ആ ജാം റോളും കൂടെ ഞാൻ അങ്ങ് അകത്താക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നുവെച്ചാൽ ഒരു കേക്ക് പോലത്തെ ഒരു സാധനം, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ജാമൊക്കെ തേച്ച് വെച്ചേക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് ഈ ജാം റോൾ എന്ന് പറയണത്. പിന്നെ പാലൊക്കെ കുടിച്ചു, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ കാണിക്കാം കേട്ടോ. പക്ഷേ ഈ ജാം റോൾ എന്ത് സെറ്റാണ് കേട്ടോ. അതിൻ്റെ 60 രൂപയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് 60 രൂപയാണ്. ബട്ട് 5 പീസേ കിട്ടുന്നുള്ളൂ. ഇത്രയും കുഞ്ഞ് സാധനം. ടേസ്റ്റ് കുഴപ്പമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഒരുവിധം കുഴപ്പമില്ലായിരുന്നെന്ന് പറയാം. എന്നാലും എനിക്കിഷ്ടമാണ്. എനിക്ക് എന്ത് സാധനം കിട്ടിയാലും ഇഷ്ടമാണ്. എല്ലാവരും മതി. സത്യമാണ്, എനിക്ക് എല്ലാ സാധനവും ഇഷ്ടമാണ് ഭയങ്കര. അത് ഞാൻ അടുത്തൊക്കെ സോറി കുറേ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിന് 60 രൂപയാണ്. ബട്ട് 5 പീസേ ഉള്ളൂ. പക്ഷേ 60 രൂപ. എനിക്കൊന്ന് ഈ കവറിൻ്റെയും കൂടെ കൂട്ടിയാണ് ഈ റേറ്റ് വന്നേക്കുന്നത്. പക്ഷേ സൂപ്പറാ സെറ്റ് സാധനം കേട്ടോ. So, thank you for watching. Don't forget to like, comment and subscribe. See you in the next video. So bye guys.